ഹായ് ഓൾ, ഞങ്ങളിന്നേ നമ്മുടെ ചങ്ങനാശ്ശേരി എന്ന വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മാമൂടത്തെ ഇപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് ഓർത്ത് വണ്ടി നിർത്തിയത്. പൊതുവേ മാമൂട് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഡൈനിങ് സ്പേസോ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു അങ്ങനെ ഒരു സ്പേസ് കുറവാണ് പൊതുവേ. ഇപ്പോഴാണ് നമ്മൾ ഈ പുതിയതായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത ഓർക്കിഡ് കഫറ്റേരിയ എന്ന് പറയുന്നൊരു ബേക്കറി റെസ്റ്റോറൻറ്റ് കണ്ടത്. അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് ഓർത്ത്. കാരണം പുതിയൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ അല്ലെങ്കിൽ എന്തൊക്കെയാണുള്ളതെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് ഓർത്താണ് കയറിയത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കയറിയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ആണല്ലോ, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഉണ്ട്. അപ്പം ഞാനും ഉണ്ട്, വൈഫുണ്ട്, അനിയനുണ്ട്. ഞങ്ങൾ 3 പേരോടാണ് കയറിയത്. ഇവിടെ കയറി ഇതിൻ്റെ ഓണറാണ് രമേശ് ചേട്ടൻ. പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചു, പുതിയതായിട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ എന്താണ് ഇവിടെ സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ ആളുടനെ തന്നെ പറഞ്ഞു, ഇവിടെ നമുക്കിപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ, പഴംപൊരി, ബീഫ്, ഇതൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഇപ്പം ആ ഒരു സമയത്തുണ്ടായിരുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8 മണി 9 മണി സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു നാട്ടിൽ അങ്ങനെ കണ്ണൂർ കോക്ടെയിലൊന്നും അധികം അങ്ങോട്ട് പോപ്പുലർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കണ്ണൂർ കോക്ടെയിൽ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐറ്റം എത്തി കേട്ടോ. ഈ ഒരു 2 ഗ്ലാസ്സിൽ കണ്ടോ, ആക്ച്വലി ഇതൊരു ഗ്ലാസ്സാണ്, ഒരാൾക്കുള്ള സാധനമാണിത്. അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഓരോന്ന് മേടിച്ച് കഴിഞ്ഞ് 2 പേർക്ക് കൂടെ ഇത് ഇത്ര ആവശ്യമില്ല, ഞങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയ്ക്കുണ്ട് അളവ്. അപ്പോൾ ഞങ്ങൾ ഞാൻ 2 ഗ്ലാസ്സിലാക്കി 2 പേർക്ക് കൂടെ തന്നാൽ മതി. അത് തന്നെ ഇത്ര ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മേടിച്ചാൽ തന്നെ ലാവിഷായിട്ട് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവത്തിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ഏരിയയിലേക്ക് അങ്ങനെ അധികം ഇല്ല കണ്ണൂർ കോക്ടെയിൽ എന്ന് പറയുന്നൊരു സാധനം. ഒരു പപ്പായ, പിന്നെ വിത്ത് ഒരു കുറേയധികം ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം അതിൽ വരുന്നത്. അതുകൂടാതെ തന്നെ മറ്റ് പലതരം ഷേക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത് അടുത്ത ഐറ്റം എത്തി, പഴംപൊരിയും ബീഫ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഭയങ്കര പോപ്പുലറായൊരു കോംബോയാണ് ഈ പഴംപൊരിയും ബീഫ് എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ബീഫ് റോസ്റ്റ് എക്സ്പെഷ്യലി അത്ര അടിപൊളിയായിരുന്നേ. എന്താ പറയുക, നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുകയല്ലേ നമ്മുടെ ഒരു കോട്ടയം സ്റ്റൈൽ, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പഴംപൊരി ആണെങ്കിലും എടുത്ത് പറയേണ്ടതാണ്. നല്ല ടേസ്റ്റ് വൈസ് ആണെങ്കിലും അടിപൊളി പഴംപൊരിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ഞങ്ങൾ 3 പേരോടെ കഴിച്ചത്. പഴംപൊരി ആണെങ്കിലും ഞങ്ങൾ വീണ്ടും മേടിച്ച് കഴിച്ചു കേട്ടോ, ബീഫ് റോസ്റ്റ് ഒന്ന് തീർക്കാനായിട്ട്. അത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കഴിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കോക്ടെയിലാണെന്ന് പറഞ്ഞാലും പഴംപൊരിയും ബീഫാണെന്ന് പറഞ്ഞാലും അടിപൊളിയായിരുന്നു. നിങ്ങൾ ഈ മൂടൊക്കെ വരുന്ന സമയത്ത് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും സജസ്റ്റ് ചെയ്യുന്നൊരു സ്പോട്ട് തന്നെ.